ഹായ് ഗായ്സ്, അപ്പൊ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഹോമിനെ പറ്റിയിട്ടും കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ടോപ്പിക് ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് റിവ്യൂ ആണ്, വേറെ ഒന്നല്ല ഗൈസ്, നേരെ തന്നെയല്ലേ. ബോയ ബൈ M1 എന്ന് പറഞ്ഞ മൈക്കിന്റെ റിവ്യൂ ആണ് ഗൈസ്. ഞാനിത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോയിലാണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ മൈക്ക് ഇല്ലാണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ മൈക്കിന്റെ കാര്യങ്ങളിലും പിന്നെ എന്റെ ഇംപ്രഷൻസ് എന്താണെന്നുള്ളതിലോട്ടൊക്കെ നമുക്ക് കിടക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതാണെന്ന് തോന്നുന്നു. ബോക്സ് ഒക്കെ നല്ല ഞെങ്ങി പിളിങ്ങി ഒരു അവസ്ഥയിലാണ് കിട്ടിയത്. ഇപ്പൊ ബോക്സിന്റെ അകത്ത് എനിക്ക് ആദ്യമായിട്ട് തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്, നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് ഒരു സിൽക്കാജലും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു 3.5 മറ്റേ 5mm ഒരു ആംപ്ലിഫയർ പിന്നുണ്ട്. പിന്നെ ഒരു വാറന്റി കാർഡ് ഉണ്ട്, വാറന്റി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു നൈസ് ബാഗ് ഉണ്ട്. അപ്പൊ ഈ ബാഗിന്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബാഗിന്റെ അകത്ത് നമ്മുടെ മൈക്കാണ്. നമ്മുടെ മൈക്ക് പറയുമ്പോ ഓക്കെ, ഇതാ മൈക്ക് ബോയ ബൈ M1ന്റെ. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തത് പ്രോ മോഡലാണ്, പക്ഷെ എനിക്ക് കിട്ടിയത് സാധാ മോഡലാണ്. ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യണില്ല, കാരണം പ്രോ മോഡലിന്റെ യൂസേജ് കൂടുതലും അപ്പൊ പിന്നെ ഞാൻ റിട്ടേൺ ചെയ്യണില്ല, ഇത് തന്നെ അങ്ങോട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതിന്റെ കേബിൾ ലെങ്ത് നിങ്ങൾക്ക് കാണണ്ടാന്ന് വിചാരിക്കണ, ഒരു അട്ടിക്ക് കേബിൾ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കെട്ട് കേബിൾ ഉണ്ട്, പിന്നെ നടുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മൈക്ക്, പിന്നെ അതിനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലിപ്പ്. ഇപ്പൊ പൊട്ടും നിൽക്കണം, എന്നാലും സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുറന്നാൾ ഉപയോഗിക്കാം. പിന്നെ ഒരു ചെറിയ മൈക്കും. അപ്പൊ ഈ മൈക്കിന്റെ ഓഡിയോ സാമ്പിൾസ് ഞാൻ കേൾപ്പിക്കാട്ടോ. ഈ മൈക്ക് നിങ്ങൾ വാങ്ങണോ വേണ്ടെന്നൊക്കെ എന്നിട്ട് തീരുമാനിക്കാം. അപ്പൊ ഇതിലായിരുന്നു എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ലെങ്കിലും ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്, അതായത് ക്യാമറാസ് ഉണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്. അതേ തന്നെ ഒരു ബാറ്ററി ഉണ്ടാവും. ആ ബാറ്ററി നമ്മളിത് തിരിച്ചു വിട്ടിട്ട് അതിനകത്ത് ഇടണം, എന്നാൽ മാത്രമേ നമുക്കിത് ക്യാമറയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ക്യാമറയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫിലിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്മാർട്ട് ഫോണിൽ സാധാ മൈക്ക് പോലെ ഉപയോഗിക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ഓഫിലിട്ടേക്കണം, എന്റെ ക്യാമറ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഈ മൈക്ക് വാങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ് അത്. ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മളൊരു മൈക്ക് വാങ്ങണോ വേണ്ടേ? അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മൈക്ക് വാങ്ങി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്റെ ഓഡിയോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവുമല്ലോ. ഞാനിപ്പോ ഈ മൈക്ക് പ്ലഗ് ഇൻ ചെയ്യാട്ടോ. നല്ല നീളം കേട്ടോ, ഇത് തീരൂല, വേണമെങ്കിൽ ഒരാളെ കൊണ്ട് കെട്ടിടേണ്ട അത്. അപ്പൊ ഞാൻ ഈ മൈക്ക് ഒന്ന് പ്ലഗ് ഇൻ ചെയ്തിട്ടുള്ള ഓഡിയോ സാമ്പിൾസ് കേൾപ്പിക്കാം. അപ്പൊ ഗൈസ്, ആ ഫോൺ നല്ല ദൂരെ കേട്ടോ, എന്നിട്ടും നല്ലോണം വയർ ഇവിടെ നിലത്ത് കിടക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് നല്ല ദൂരെ വെച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ ഇതുകൊണ്ട് പറ്റും. അപ്പൊ ഞാൻ ഈ മൈക്ക് എൻ്റെ ഷർട്ടുമ്മ പ്ലഗ് ഇൻ ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ ഈ കേൾക്കണ ഓഡിയോ എന്ന് പറയണത് മൈക്കിൽ കൂടെ കേൾക്കണത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് സാധാ ക്യാമറയിലല്ല. സാധാ ക്യാമറ ആപ്പിലാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓഡിയോ ഫോണിൻ്റെ മൈക്കിൽ കൂടെ തന്നെ വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ മൈക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സാധാ ക്യാമറ ആപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. പകരം ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഇവരെ പ്രൊഡക്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ക്യാമറ ഉപയോഗിക്കണം നിങ്ങൾ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് അതിൻ്റെ അകത്ത് സെറ്റിങ്സിൽ പോയിട്ട് ഓഡിയോ സോഴ്സ് മാറ്റിയിട്ട് എക്സ്റ്റേണൽ മൈക്ക് എന്ന് കൊടുക്കണം. ആ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അങ്ങനെ ഈ മൈക്ക് വാങ്ങണമെങ്കിൽ ഈ മൈക്കിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പ്രോ മോഡലാണ് ഓർഡർ ചെയ്തത്, എനിക്ക് കിട്ടിയത് ഈ മോഡലാണ്. ഇപ്പോൾ ഈ മോഡൽ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മോഡൽ ഞാൻ റിവ്യൂ ചെയ്യാം. എനിക്ക് വളരെ ഇഷ്ടമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എടി എൻ്റെ ബാഗ് എടുത്തേ, എടുത്തോ. ഓക്കെ, ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞപ്പോൾ, ഈ ബാഗ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു ഇഷ്ടമായി. കാരണം ഒരു ബഡ്ജറ്റ് മൈക്കെന്നൊക്കെയാണ് എല്ലാവരും പറയുമെങ്കിലും ഈ ഒരു ബാഗ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗുണ്ട് മൈക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല, ഇത് നല്ല ലെങ്ത്താണ്. വേണമെങ്കിൽ ആ റൂമിൻ്റെ അറ്റത്ത് പോയിരുന്നിട്ട് വീഡിയോ എടുത്താലും എനിക്ക് ഇവിടെ മൈക്കിൽ സംസാരിക്കാം. നല്ലോണം മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ നേരത്തെ ഞാൻ ഗ്യാരണ്ടി കാർഡ് കാണിച്ചെന്ന്, എത്ര ആണോ ഗ്യാരണ്ടി എന്നൊന്നും നമ്മൾ എത്തിയിട്ടില്ല. എന്നാലും അത്യാവശ്യം എല്ലാ മിക്ക യൂട്യൂബേഴ്സും ബഡ്ജറ്റ് മൈക്ക് വാങ്ങുമ്പോൾ എപ്പോഴും ബോയ ബൈ M1 ആണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ എനിക്ക് പിന്നെ എക്സ്ട്രാ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു പൊസിഷനിൽ ഞാൻ എടുക്കാറില്ല. ഇത് ആദ്യമായിട്ട് ഈ ഒരു പൊസിഷനിൽ എടുക്കണം. ഈ പൊസിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സാധാരണ ചെയ്യാറെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫാനൊക്കെ ഫുൾ ഓഫ് ആക്കിയിടും, ജനൽ വാതിലൊക്കെ അടച്ചിടും, എല്ലാവരോടും മിണ്ടാണ്ടിരിക്കാൻ പറയും, ഡോറൊക്കെ അടച്ചിട്ട് എല്ലാവരും ഫുൾ സൈലൻ്റ് ആക്കും. ഇടയിലെങ്ങാനും ആരെങ്കിലും ഒന്ന് ഒച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗം പോയി, എന്നിട്ട് ഞാൻ രണ്ടാമത് ഷൂട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ സ്മാർട്ട് ഫോൺ മൈക്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യാറ്.
പക്ഷെ ഇപ്പം ഞാനിപ്പോൾ മൈക്ക് വെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്മാർട്ട് ഫോണാണെന്ന് വെച്ചാൽ എനിക്ക് ഫാനൊന്നും ഇടാൻ പറ്റില്ല, നല്ല ചൂടത്തിൽ നിന്നിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഫാൻ ഇടും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞാൽ എന്തോരം നോയ്സ് ഉണ്ടാവണം, മൈക്ക് ഉപയോഗിക്കുമ്പോൾ എന്തോരം നോയ്സ് ഉണ്ടാവുന്നുണ്ടെന്ന്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ആ വീഡിയോയിലൊരു ഓഡിയോ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതിന് ഞാൻ യൂസ് ചെയ്ത് ഈ ബ്ലൂടൂത്ത് മൈക്കാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഈ ബ്ലൂടൂത്ത് മൈക്ക് ഇടാറുണ്ട്. ഇതെൻ്റെ OnePlus ഹെഡ്ഫോൺ ആട്ടോ. ഇത് എല്ലാ വീഡിയോയിലും ഇടാറുണ്ടെങ്കിലും ഈ മൈക്ക് എൻ്റെ ക്യാമറ യൂസ് ചെയ്യാറില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ ആഴ്ചയാണ്. കാരണം നമ്മുടെ ഫോൺ എപ്പോഴും നമ്മുടെ ഫോണിൻ്റെ മൈക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു മൈക്ക് വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ ഉണ്ടെങ്കിൽ ഈ മൈക്ക് നല്ലതാണ്, അത് യൂസ് ചെയ്താൽ മതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു വീഡിയോ ഇടാം. അതായത് എങ്ങനെയാണ് ഒരു ബ്ലൂടൂത്ത് മൈക്ക് ഫോണിൻ്റെ മൈക്കാക്കി സെറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇടാം. നിങ്ങളെല്ലാവരും അത് പോയി കാണാം. എന്നിട്ട് അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇനി അതല്ല, പരമാവധി ഇതുപോലൊരു മൈക്ക് വാങ്ങാൻ ശ്രമിക്കുക. കാരണം ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഞാൻ അത്രയും ഫാൻ ഇട്ട് സംസാരിച്ചു കേട്ടോ. ഞാൻ ഫാൻ ഓഫ് ചെയ്യാം. ഓഡിയോ ക്ലാരിറ്റിക്ക് നല്ല ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ടോക്ക് ആകുമ്പോൾ ഇപ്പോൾ എൻ്റെ ഓഡിയോ തീരെ ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ആരും നോക്കണ്ട. കാരണം ജനലിൽ അവിടെ ഒന്നിരിക്കുക, ലൈറ്റ് ഓൺ ആക്കിയിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പക്ഷെ ഒരു ഓഡിയോ എന്ന് പറയുമ്പോൾ വീഡിയോ ഇപ്പോൾ നമുക്ക് നമ്മൾ സ്മാർട്ട് ഫോൺ ഷൂട്ട് ചെയ്യും. പക്ഷേ ഒരു ഓഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മൈക്ക് വേണം. അപ്പോൾ ഈ ഒരു മൈക്ക് എന്തായാലും നല്ലൊരു മൈക്കാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അഫിലിയേറ്റ് ലിങ്കാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ കയറി വാങ്ങാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.